ഈ കാണുന്നത് ചിറ്റാർ ഡാമിന്റെ പ്രദേശങ്ങളാണ്. ഈ ചിറ്റാർ ഡാമിന്റെ ഈ പ്രദേശത്ത് തന്നെ റോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡാമിൽ ചേർന്ന് തന്നെ ഒരു അമ്മ നടത്തുന്ന ഒരു ചെറിയ കടയുണ്ട്. അവിടെ കപ്പയും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയുമാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു കുഞ്ഞു കടയും അതിന്റെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. അമ്മ ഇത് എന്ത് മീനാണ് അമ്മ? ഇത് സിലോപ്പിയ. ഇതെല്ലാം സിലോപ്പിയാണ്. ഇതെങ്ങനെയാ വില കാര്യങ്ങളൊക്കെ? ഇത് 200 രൂപ. ഇത് 3 200 രൂപ. അതിന്റെ അടിയിലിരിക്കണം 150. അങ്ങനെ ഇത് പൊരിച്ച് തയ്യാറാക്കി ലൈവായിട്ട് ഇപ്പൊ അമ്മ തയ്യാറാക്കി തരും. ഇവിടെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കഴിക്കാനായിട്ട്? കപ്പയുണ്ട്, മീൻകറിയുണ്ട്. കപ്പയും മീൻകറിയും എല്ലാ ദിവസം വന്നാലും ഉണ്ടാവും. ഇവിടെ അത്യാവശ്യം ഫാമിലിക്കൊക്കെ വന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ. ഉണ്ട്. മീനമ്മ അപ്പോഴെ തന്നെ പൊരിച്ച് തയ്യാറാക്കി അവര് പറഞ്ഞ് നമ്മൾ വില പറയും, അവര് ഉടനെ പൊരിച്ച് നമ്മൾ കൊടുക്കും. വേറെന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ? വെള്ളം കാര്യങ്ങൾ? വേറെ മോരുണ്ട്, മാങ്ങ, നെല്ലിക്ക, സർബത്ത്, സോഡ, പിന്നെ കുലുക്കി സർബത്ത് എല്ലാം. അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തും. അമ്മയുടെ പേരെന്താണ്? ബേബി എന്നാണ്. അമ്മ എത്ര വർഷമായി ഇവിടെ ഈ കട നടത്തുന്നത്? കട വന്നിട്ട് ഒരു 3 വർഷമായി. 3 വർഷമായി. ആദ്യം നമ്മൾ മോര് കടയാണ് വെച്ചത്. രണ്ടാമതാണ് ഈ മീൻ ഐറ്റം, കപ്പയും ഹോട്ടലിലുണ്ടായിരുന്നു. അതിപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല എന്ന് പറഞ്ഞു ഈ കപ്പയും മീനും ആക്കിയത്. കപ്പയും മീനും മാത്രമാക്കി 1 വർഷമാകും. പിന്നെ മീൻ പൊരിച്ചും കൂടി കൊടുക്കും. കടയുടെ പേര് നിഴൽ. കടയുടെ പേര് നിഴൽ. അമ്മയുടെ ഒപ്പം വേറെ ആരെങ്കിലും സഹായത്തിനുണ്ടോ? ഇല്ല, ആരുമില്ല. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ ഉണ്ട് ഇപ്പോഴേ. അങ്ങനെ. ഇതിപ്പോ തമിഴ്നാടിന്റെ പ്രദേശമല്ലേ? തമിഴ്നാടിന്റെ പ്രദേശം. തമിഴ്നാടാണ്. ഈ ചിറ്റാർ ഡാം ഏത് ഭാഗത്തായിട്ടാ വരിക? പേച്ചിപ്പാറ, കളിയൽ. ഡാം ഏത് സൈഡിലായിട്ടാ വരിക? ഡാം ഇത് പേച്ചിപ്പാറ വഴി വന്ന് ഇങ്ങനെ വരണം. നെട്ട വരുന്നത് കറക്റ്റ് സ്ഥലം നെട്ടയായിട്ടാണ്. നെട്ടയാണ്. ഇവിടുന്ന് നേരെ ചെന്നാ തമിഴ്നാടായില്ലേ? തമിഴ്നാടായി. നേരെ പോയാൽ കളിയൽ പോവാം. കളിയൽ അത് തമിഴ്നാട് സിറ്റി ഏരിയ. അമ്മ ഇതിന് മുമ്പ് ഹോട്ടൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ്. ഹോട്ടലിൽ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു പരിചയത്തിലാണ് ഇത് ചെയ്യുന്നത്. മോള് ചെയ്തത്. പിന്നെയാണ് മോള് ജോലിക്ക് പോകാൻ തുടങ്ങി. വേറെ ജോലിക്ക് പോകാൻ തുടങ്ങി. ഫാമിലി ആയിട്ട് ആരൊക്കെ ഉണ്ട്? എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവർക്ക് 2 പിള്ളേരുണ്ട്, ഇളയവർക്ക് 2 പിള്ളേരുണ്ട്. ഇളയവളാണ് ഇത് നടത്തിയത്. അവളിപ്പോഴും ജോലിക്ക് പോയിരിക്കുന്നു. എന്റെ ചേട്ടയുണ്ട്. ഈ മീനൊക്കെ എവിടെ നിന്നാ വാങ്ങിക്കുക? മീനൊക്കെ ഡാമിൽ നിന്ന് പിടിക്കുന്നത് അവര് വിൽക്കും, കൊണ്ടുവന്ന് തരും. ഇതിങ്ങനെ ഡെയിലി മീൻ ഇവിടെ കൊണ്ടുതരുമോ? ഡെയിലി കൊണ്ടുതരും. ഈ ഒരു സ്ഥലം എങ്ങനെ പറയും? ഏത് ഭാഗത്തുനിന്ന് എങ്ങോട്ട് പോകുമ്പോഴാണ്? ഇങ്ങോട്ട് പോണത് കളിയല്. അവിടെ നെട്ടയിൽ നിന്ന് കളിയലിൽ പോകുന്ന വഴി. ഈ ഒരു കടയിലേക്ക് വരണമെങ്കിൽ നെട്ടയിൽ നിന്ന് കളിയലിലേക്ക് പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു കട. ഡാമിനോട് ചേർന്നുള്ള റോഡിനപ്പുറം ഡാമും റോഡിനിപ്പുറം ഈ കടയുമാണ് അല്ലേ? അതല്ലേ? ഈ ഒരു കടയുടെ പേര് നിഴൽ എന്നാണ്. അത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ബോർഡിൽ മുൻവശത്ത് കാണാൻ സാധിക്കും. നല്ല ചൂടാ, കഴിക്കാൻ പറ്റില്ല. ചൂടുണ്ട് അത്യാവശ്യം. ഇതൊക്കെ അല്ലേ? മക്കൾക്ക് വേണ്ട തറയിൽ പോയി. ഓക്കെ, എന്നിട്ട് കഴിക്കാം.